ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്ട്രി പങ്കുവച്ചിരിക്കുന്നത്. ശ്രീ ടി ജെ ശ്രീലാൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീലാൽ, നോക്കൂ, ഇത് രണ്ട് രാജ്യങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഉള്ളത്. അത് രണ്ടും ഒരു കൊളോണിയൽ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാജ്യങ്ങളാണ്. ഒന്ന് പുരോഗതിയുടെയും വികസനത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പുരോഗതിയുടെയും പാത തെരഞ്ഞെടുത്തപ്പോൾ മറ്റൊന്ന് അവരുടെ സ്വന്തം ജനങ്ങൾക്കുള്ള തീവ്രവാദവും ഒപ്പം തന്നെ ഭീകരപ്രവർത്തനങ്ങൾ കുത്തിവെക്കുകയും ഭയത്തെ ഉരുവാക്കിക്കൊണ്ട് സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും പിന്നീട് സൈന്യത്തിൻ്റെ കയ്യിലേക്ക് പോവുകയും ചെയ്ത രണ്ട് രാജ്യങ്ങൾ. ഇതിൽ ഈ നടപടികൾ മാത്രം, ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായി നടക്കുന്ന നടപടികൾ മാത്രം ഇന്ത്യ എത്ര ആക്യുറേറ്റ് ആയിട്ടാണ്, ഇന്ത്യ എത്ര കൃത്യമായിട്ടാണ് ഓരോ നടപടിയും റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാം ഓൺ റെക്കോർഡ് ചെയ്യുകയാണ്, എല്ലാം ഓൺ ചെയ്യുകയാണ്. ഇന്ത്യ ചെയ്തു എന്നുള്ള കാര്യം ഇന്ത്യ ചെയ്തു എന്ന് പറയുന്നു, ഇല്ലാത്ത ഒരു കാര്യം അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. അതേസമയം മറു രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു തെമ്മാടി രാഷ്ട്രത്തിന് തുല്യമായി, ഒരു ജിങ്കോയിസ്റ്റ് രാഷ്ട്രമായി അധപ്പതിച്ചിരിക്കുകയാണ്. ഒരവധാനതയും ഇല്ലാത്ത വർത്തമാനം പറയുന്നു, ഒരു രീതിയിലും മര്യാദയില്ലാത്ത പെരുമാറ്റം ഉണ്ടാകുന്നു. അവരുടെ തന്നെ സിവിൽ ഏവിയേഷൻ, അന്താരാഷ്ട്ര വ്യോമപാതയെ പോലും അവരുടെ ഗൂഢമായ ആക്രമണത്തിന് മറയാക്കി വെക്കുന്നു എന്ന് പറയുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് എന്താണ് രണ്ട് രാഷ്ട്രങ്ങളെന്നും ആരാണ് യുദ്ധം ആഗ്രഹിക്കുന്നത് എന്നും. ശ്രീലാൽ, നമുക്ക് നേരത്തെ ബിന്നിൽ വായിച്ചൊരു ഹെഡ്ലൈൻ ഉണ്ട്. അതായത് പാകിസ്ഥാൻ അവരുടെ വ്യോമ മേഖല അടച്ചു എന്നുള്ള വാർത്ത. അതെന്തുകൊണ്ട് പാകിസ്ഥാൻ അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യാന്തര തലത്തിൽ നമ്മൾ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ, നയതന്ത്ര സമ്മർദ്ദത്തിന്റെ മറ്റൊരു വിജയം അതാണ്. കാരണം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്, ഇന്നലെ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ഈ പറയുന്ന പ്രതിനിധികൾ വ്യക്തമാക്കിയതാണ്. ഈ പറയുന്ന അവിടുത്തെ സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിയാണ് ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന് രാജ്യാന്തര തലത്തിലുള്ള വിമാനങ്ങളെ പോലും, പാകിസ്ഥാന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെ പോലും പാകിസ്ഥാൻ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു, ഇതിനായി ഉപയോഗിക്കുന്നു എന്ന് ഇന്ത്യ ഉറപ്പായും അദ്ദേഹവുമായിട്ടുള്ള സാങ്കേതിക ബന്ധം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശ്രീലാൽ, വളരെ നന്ദി ന്യൂസ് മലയാളത്തിനൊപ്പം ഇപ്പോൾ തത്സമയം ചേർന്നതിന്, വളരെ വിശദമായ രീതിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്. രണ്ട് രാഷ്ട്രങ്ങൾ എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. കനത്ത തിരിച്ചടി നൽകുമ്പോൾ പോലും ഇന്ത്യ ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. രാത്രിയുടെ മറവിൽ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണമല്ല ഇന്ത്യ നടത്തുന്നത് കൃത്യമായ പ്രതിരോധം ആണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.